ഹലോ എവറി വൺ. നെക്സ്റ്റ് നമുക്ക് നടക്കാനുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന പേപ്പറിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റിവൈസ് ചെയ്യാം. ആദ്യത്തെ സെക്ഷനിൽ കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നത് 3 മാർക്സ് ആയിരുന്നു. പക്ഷേ ഈ വർഷം നിങ്ങൾക്ക് 2 മാർക്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ക്വസ്റ്റ്യൻ്റെ പാറ്റേണൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ആദ്യം ചോദിച്ചിട്ടുള്ള ഡിഫൈൻ കോറിലേഷനാണ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 or more variables are said to be correlated if the change in one variable result in corresponding change in another variable. ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റേ വേരിയബിളിൽ ഉണ്ടാവുകയാണെങ്കിൽ അവർ തമ്മിൽ, ആ രണ്ട് വേരിയബിൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ടിലധികം വേരിയബിൾ തമ്മിൽ എന്തുണ്ടെന്ന് പറയാം? കോറിലേഷൻ ഉണ്ടെന്ന് പറയാം. കാഫ്ക ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കോറിലേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡീൽസ് വിത്ത് അസോസിയേഷൻ ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ആണ്. ദെൻ വാട്ട് ഈസ് ഡോട്ട് ചാർട്ട്? സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ വേറൊരു പേരാണ് ഡോട്ട് ചാർട്ട് എന്ന് പറയുന്നത്. വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ആണ് സ്കാറ്റർ ഡയഗ്രം അല്ലെങ്കിൽ ഡോട്ട് ചാർട്ട് എന്ന് പറയുന്നത്. രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് നമ്മളൊരു ഗ്രാഫിക്കലി ഡോട്ടായിട്ട് കൊടുത്തിട്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ റിലേഷൻ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തത് വാട്ട് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ? ദ സ്ക്വയർ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ പറയുന്ന പേരാണ് എന്ത്? കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. അടുത്തത് വാട്ട് ഈസ് റിഗ്രഷൻ അനാലിസിസ്? റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് വിച്ച് ഹെൽപ്സ് ടു എസ്റ്റിമേറ്റ് ദ അൺനോൺ വാല്യൂസ് ഓഫ് വൺ വേരിയബിൾ ഫ്രം ദി നോൺ. ഒരു സ്പെല്ലിങ്ങിനൊരു മിസ്റ്റേക്ക് ഉണ്ട്. KNOWN ആണ്. അതായത് നമുക്ക് അറിയാവുന്ന ഒരു വേരിയബിളിൻ്റെ വാല്യൂ വെച്ചിട്ട് അറിയാത്തൊരു വേരിയബിളിൻ്റെ വാല്യൂ കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് റിഗ്രഷൻ അനാലിസിസ്. ആൻഡ് വാട്ട് ഈസ് റാൻഡം ഡയഗ്രാം? റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ 2 or more ഔട്ട്കംസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ ആ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത്തരം എക്സ്പെരിമെൻറ്റിനെ നമുക്ക് റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയാം. ദെൻ വാട്ട് ഈസ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി? If an event has happened as a result of several causes, ഒരു ഇവൻ്റ് സംഭവിക്കുന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ അതിൽ കറക്റ്റ് ഏത് പെർട്ടിക്കുലർ കാരണം കൊണ്ടാണ് ആ ഇവൻ്റ് സംഭവിച്ചതെന്നറിയാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ടെത്താനൊക്കെയാണ് നമ്മൾ ഇൻവേഴ്സ് പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് നൾ ഹൈപ്പോത്തസിസ്? നൾ ഹൈപ്പോത്തസിസിനെ ഒറിജിനൽ ഹൈപ്പോത്തസിസ് എന്ന് പറയും. ഇറ്റ് സ്റ്റേറ്റ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ ആൻഡ് പോപ്പുലേഷൻ. അതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്താണ്? ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ ആൻഡ് പോപ്പുലേഷൻ. സാമ്പിളും പോപ്പുലേഷനും യാതൊരു തരത്തിലുള്ള ഡിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നത്. നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ എച്ച് ഇട്ടിട്ട് ഒരു 0 എന്ന് കൊടുത്താൽ മതി. H0 എന്നാണ് എന്ത് ചെയ്യുന്നത്? അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി? എന്താണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി അനുസരിച്ച് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ബോത്ത് ദ ഈവൻസ്, രണ്ട് ഈവൻസ് അത് A and B ആണെങ്കിൽ ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദി പ്രോബബിലിറ്റി, അത് രണ്ടിൻ്റെയും കൂടി പ്രൊഡക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ രണ്ട് ഡിപ്പെൻഡൻ്റ് ഈവൻ്റാണെന്ന് വയ്ക്കും. ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മറ്റേ ഈവൻ്റ് A എന്ന ഈവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് മറ്റേ ഈവൻ്റ് നിൽക്കുന്നതെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് B ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B ആയിരിക്കും. രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണെന്ന് വയ്ക്കൂ. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B ആയിരിക്കും. ദെൻ വാട്ട് ഈസ് ക്യൂയിങ് തിയറി? ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ സ്റ്റഡി ഓഫ് ക്യൂസ്. ക്യൂ അറിയത്തില്ലേ? ആ ക്യൂ
അതിനെ മാത്തമാറ്റിക്കലി സ്റ്റഡി ചെയ്യാനുള്ള ഒരു ടൂളാണ് ക്യൂയിങ് തിയറി എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു മിനിമൈസിങ് ബോത്ത് സർവീസിങ് ആൻഡ് വെയിറ്റിംഗ്. നമ്മുടെ സർവീസിങ് വെയിറ്റിംഗ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എന്ത് ക്യൂയിങ് തിയറി. ദെൻ വാട്ട് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ഫങ്ഷൻസ്? എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ which provide the decision makers a systematic and powerful means of analysis based on quantitative data. ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് പവർഫുള്ളായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. കൂടാതെ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ? എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ തിയോറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഡിസ്ട്രിബ്യൂഷൻ ഒബ്റ്റൈൻഡ് ഫ്രം ഫോർ എ റാൻഡം വേരിയബിൾ ഓൺ ദ ബേസിസ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽ. ഒരു റാൻഡം വേരിയബിളിൻ്റെ ബേസിൽ മാത്തമാറ്റിക്കൽ മോഡലിലൂടെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ ടൈപ്സ് ഉള്ളത്? ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഉണ്ട്, കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. ദെൻ വാട്ട് ഈസ് ഹൈപ്പോത്തസിസ്? ഹൈപ്പോത്തസിസ് എന്താണെന്നുള്ളത്, ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് സബ്ജക്റ്റ് ടു വെരിഫിക്കേഷൻ. ഭാവിയിൽ നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന പ്രസ്താവനയെ നമുക്ക് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. രണ്ട് തരം ഹൈപ്പോത്തസിസ് ഉണ്ട്, നള്ളുണ്ട്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ട്. ഫൈൻഡ് ഹൗ മെനി വേസ് 3 people ആർ സീറ്റഡ് ഓൺ എ ബെഞ്ച് ഇഫ് ഓൺലി 2 seats ആർ അവൈലബിൾ. 3 വ്യക്തികളെ നമുക്ക് 2 സീറ്റ് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അവരെ എങ്ങനെ അറേഞ്ച് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ അവരെ സീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് വേയ്സ് 3C2 എന്നായിരിക്കും. അപ്പോൾ 3, 2, 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 വേയ്സിൽ അവരെ എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. എ ബാസ്ക്കറ്റ് കണ്ടെയ്ൻസ് 10 mangoes. ഒരു ബാസ്ക്കറ്റിൽ 10 മാംഗോസ് ഉണ്ട്. ഇൻ ഹൗ മെനി വേയ്സ് 4 mangoes ഫ്രം ദ ബാസ്ക്കറ്റ് ക്യാൻ ബി ടേക്കൺ? അപ്പോൾ നമുക്ക് എന്താ പറയുക, കോമ്പിനേഷനിലൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. 4 മാംഗോസ് ഏതൊക്കെ രീതിയിൽ അതിൽ നിന്ന് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 10 മാങ്ങകളുണ്ട്, അതിൽ നിന്ന് എത്ര എണ്ണം എടുക്കണം? 4 എണ്ണം. അപ്പോൾ ഏതൊക്കെ രീതിയിൽ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഹൗ മെനി വേയ്സ്. അപ്പോൾ 10C4 എന്ന് എങ്ങനെയാണ് കാണുന്നത്? 10C4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 × 9 × 8 × 7 ഡിവൈഡഡ് ബൈ, അവിടെ ഡിവൈഡഡ് ബൈ 4 × 3 × 2 × 1. അപ്പോൾ എത്ര കിട്ടും? 210 വേയ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ 4 മാംഗോസ് 10 മാംഗോസിൽ നിന്ന് എടുക്കാൻ പറ്റും. അടുത്തത് എ ഡൈ ഈസ് ത്രോൺ. ഒരു ഡൈ എറിയണേ. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4. ഒരു 4 കിട്ടാനുള്ള ചാൻസ് ആൻഡ് ഈവൻ നമ്പർ. നോക്കൂ, ഒരു ഡൈ എറിയുമ്പോൾ ടോട്ടൽ സാമ്പിൾ സ്പേസ്, ഡൈന് എത്ര ഫേസസ് ഉള്ളത്? 6. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 6 ആണ് അല്ലേ? അപ്പോൾ അതിൽ 4 കിട്ടാനുള്ള ചാൻസ് എത്ര പ്രാവശ്യം 4 വരുന്നുണ്ട്? ഡൈ എറിയുമ്പോൾ ഒറ്റ പ്രാവശ്യമല്ലേ ഒരു ഡൈയിൽ 4 ഉള്ളൂ, 4 എന്നുള്ള ഫേസ് വരുന്നത്. അപ്പോൾ എത്ര വരും? 1/6. ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ 1, 2, 3, 4, 5, 6. അതിൽ ഈവൺ നമ്പർ ഏതൊക്കെയാണ്? 2, 4, 6. സോ 3/6 ആണ് ഈവൺ നമ്പർ കിട്ടാനുള്ള ചാൻസ്. ദാറ്റ്സ് ഈക്വൽ ടു 1/2. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഫങ്ഷൻസ് ആണ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് for scientific research and choosing an optimal strategy and proper deployment of resources, and it's minimizing costs and in minimizing the total processing time required for performing a set of jobs. ഇതൊക്കെ ഒന്ന് വിശദീകരിച്ചിട്ട് ഒരു 2 സെൻറ്റൻസ് വെച്ചെങ്കിലും എഴുതാൻ ഒന്ന് ഓർക്കണം കേട്ടോ. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുറച്ച് എഴുതണം, അല്ലാതെ പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വെക്കരുത്. ഡിസ്ക്രൈബ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ അനാലിസിസ്. കോറിലേഷൻ അനാലിസിസിൻ്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം. ഒന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് എ സിംഗിൾ ഫിഗർ ടു മെഷർ ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്. 2 വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം നമുക്ക് ഒറ്റ സിംഗിൾ ഫിഗറിലൂടെ
എക്സ്പ്രസ് ചെയ്യാൻ കോറിലേഷൻ സഹായിക്കും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ എക്കണോമിക് ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കും. ആൻഡ് ടു എസ്റ്റിമേറ്റ് കോസ്റ്റ്, പ്രൈസ് ആൻഡ് അതർ വേരിയബിൾസ്. ആൻഡ് ഇറ്റ് യൂസ്ഡ് ആസ് എ ബേസ് ഫോർ ദി സ്റ്റഡി ഓഫ് റിഗ്രഷൻ പഠിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കോറിലേഷൻ ഉപയോഗിക്കാം. എവിടെയാണ്? ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് കേട്ടിട്ടുണ്ടാവും അല്ലേ? ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ റേഞ്ച് ഓഫ് അൺസർട്ടനിറ്റി അസോസിയേറ്റഡ് വിത്ത് ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അൺസർട്ടനിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ കോറിലേഷൻ സഹായിക്കും. ആൻഡ് ഇറ്റ് helps to know whether the correlation is significant. കിട്ടിയ കോറിലേഷൻ വാല്യൂ സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ദെൻ ലിസ്റ്റ് ദ അസംഷൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് 2 ഔട്ട്കംസ് ആണ്, പി ആൻഡ് ക്യൂ. നിങ്ങൾ പി സക്സസ് ആണ്, ക്യൂ ഫെയിലിയർ ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ദെൻ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. എത്ര നമ്പർ ഓഫ് ട്രയൽസ് നമ്മൾ എക്സ്പെരിമെൻ്റ് ആവർത്തിച്ചാലും ഒരു സിംഗിൾ ട്രയലുള്ള സക്സസിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് ആ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യാം. ഓരോ ട്രയലും, അതായത് ഒരു എക്സ്പെരിമെൻ്റ് അടുത്ത എക്സ്പെരിമെൻറ്റിനെ എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല. ഫോർ എ ബൈനോമിയൽ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ 19. ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് ഈക്വൽ ടു 6, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു √2. ഫൈൻഡ് ദ പാരാമീറ്റേഴ്സ്. നോക്കൂ, മീൻ എന്ന് പറഞ്ഞാൽ ബൈനോമിയലിൽ NP എന്നാണ്, NP ആണ് മീന്, അത് ഈസ് ഈക്വൽ ടു 6 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ √2 ആണ്. അപ്പോൾ വാരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുക? വാരിയൻസ് എന്ന് പറയുക. അപ്പോൾ √2 × √2നെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ എന്ന് പറയുക. അപ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും. ക്യൂ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഏതെങ്കിലും നമുക്ക് NP, നമുക്ക് ഇതിൻ്റെ പാരാമീറ്റേഴ്സാണ് പി, ക്യൂ, ഇതിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടെത്തണം. അപ്പോൾ നമുക്കറിയാം NPQയിൽ എന്തുണ്ട്? ക്യൂ ഉണ്ട്, അതേപോലെ NP. ഈ 2 വേരിയബിൾസ് ഈ 2 ടേം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഇത് ഇതിൻ്റെ വാല്യൂസ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നോക്കൂ, NPQ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയറിനെയാണ് എന്ത് പറയുക? NPQ എന്ന് പറയുക. അപ്പോൾ NPQൻ്റെ വാല്യൂ നിങ്ങൾക്ക് 2 ആണെന്ന് ഞാൻ ഇതേവിടെ കൊടുത്തിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ NP എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. അപ്പോൾ 2/6. നോക്കൂ, മേലെ NPQ, താഴെ NP. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, മേലത്തെ എന്നും താഴത്തെ എന്നും വെട്ടിപ്പോയി, താഴത്തെ പിയും മേലത്തെ പിയും വെട്ടിപ്പോയി. ഇനി ബാക്കി ആരുണ്ട്? ക്യൂ ഉണ്ട്. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2/6 എന്ന് കിട്ടും. 2/6 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1/3. ക്യൂ എന്ന് പറയുന്നത് 1/3 ആണെങ്കിൽ ആ 1/3യെ 1ൽ നിന്ന് കുറച്ചാൽ എന്ത് കിട്ടും? P കിട്ടും. അപ്പോൾ P ഈസ് ഈക്വൽ ടു എന്താണ്? 1 - 1/3. അപ്പോൾ 1 - 1/3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 3 × 1 3 - 1, പിന്നെ ഓൾ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 3ൽ നിന്ന് 1 കുറച്ച് 2/3. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. ക്യൂവിൻ്റെ വില കിട്ടി, പിയുടെ വില കിട്ടി. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? N എത്രയാണെന്ന് അറിയണം. NP എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ് അല്ലേ? ഇക്വേഷനിലുണ്ട് NP എന്ന് പറഞ്ഞാൽ 6 ആണ്. Nൻ്റെ വില നമുക്കറിയില്ല, പക്ഷെ Pൻ്റെ വില എത്രയാണെന്ന് അറിയപ്പോൾ 2/3 ആണ്. ഈസ് ഈക്വൽ ടു 6. ഇനി Nനെ ഇവിടെ നിർത്തൂ, എന്നിട്ട് ഈ 2/3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകൂ. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ 3 എന്നുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 3 എന്നാവും. അതേപോലെ ഇൻറ്റു 2 എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 2 എന്നാവും. അപ്പോൾ എന്ത് കിട്ടും? 6 × 3/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 കിട്ടും. Then a ball is drawn from a bag containing 4 white, 6 black and 5 yellow balls. Find the probability that a ball is drawn white, yellow, black, not yellow, yellow or white. അപ്പോൾ ഒരു ബാഗിൽ ഏതൊക്കെയാണ് ബോളുള്ളത്? 4 വൈറ്റ് ഉണ്ട്, 6 ബ്ലാക്ക് ഉണ്ട്, 5 യെല്ലോ ഉണ്ട്. മൊത്തം എത്ര ബാഗ് ഉണ്ട്? 6 × 4 = 10, 15 ബോളുണ്ട്. ഉറപ്പിച്ചല്ലോ. ഇനി നമുക്ക് ഒരു വൈറ്റ് ബോളാണ് എടുക്കേണ്ടത്. ഒരു വൈറ്റ് ബോൾ എടുക്കാൻ അതിൽ എത്ര വൈറ്റ് ബോൾ ഉണ്ട് നോക്കൂ? 4 വൈറ്റ് ബോൾ ഉണ്ട്. അപ്പോൾ ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യത എന്താണ്? മൊത്തം 15 എണ്ണം. അതിൽ എത്ര എണ്ണം വൈറ്റ്? 4. അപ്പോൾ 4/15. അപ്പോൾ യെല്ലോൻ്റെ അതേപോലെ നോക്കിയാൽ മതി. യെല്ലോ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം.
ഡിവൈഡഡ് ബൈ 15. ഇനി ബ്ലാക്ക് നോക്കൂ, ബ്ലാക്ക് 6 എണ്ണം, അപ്പോൾ 6/15. ഇനി റെഡ്യൂസ് ചെയ്ത് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. ഇനി ഡ്രോയിങ് ഓഫ് നോട്ട് എ യെല്ലോ ബോൾ. ഇനി നമുക്ക് യെല്ലോ ബോൾ വേണ്ട, വേറെ ഏതെങ്കിലും മതി. അപ്പോൾ യെല്ലോ ബോൾ വേണ്ട വെച്ചാൽ പിന്നെ ഏതാ ഉള്ളത് നോക്കൂ, പിന്നെ അതിലുള്ളത് വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി, 10 അല്ലേ. 6ഉം 4ഉം 10, 4 വൈറ്റും 6 ബ്ലാക്കും കൂടി 10. യെല്ലോ വേണ്ട പറഞ്ഞു, അപ്പോൾ 10/15. ഡ്രോയിങ് യെല്ലോ ഓർ വൈറ്റ്, ഒന്നല്ലെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ വൈറ്റ്. അപ്പോൾ നോക്കി നോക്കൂ, യെല്ലോ എത്ര ഉണ്ട് നോക്കൂ, യെല്ലോ 5, വൈറ്റ് 4. അപ്പം എത്ര എണ്ണം, 9 ചാൻസ് ഉണ്ട്. മൊത്തം എത്ര ചാൻസിൽ, 15 ചാൻസിൽ, 9/50. അടുത്തത്, വാട്ട് ആർ ദ പോസിബിൾ ഡിസിഷൻ ഈസ് ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് എ നൾ ഹൈപ്പോത്തിസിസ്. ഒരു നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അല്ല ഹൈപ്പോത്തിസിസേ റിജക്റ്റ് ചെയ്യുക ആക്സെപ്റ്റ് ചെയ്യുക, അതുമായിട്ട് എത്ര ബന്ധപ്പെട്ട ഡിസിഷൻസ് ഉണ്ട്. സാധാരണ 4 ഡിസിഷൻസാണ് ഉള്ളത്. ഒന്ന്, ആക്സെപ്റ്റിംഗ് എ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. ഒരു നൾ ഹൈപ്പോത്തിസിസ് ശരിയായിരിക്കുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. അത് ഫോൾസ് ആയിരിക്കുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ചാൻസ്, നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യാണ് വെൻ ഇറ്റ് ഈസ് ട്രൂ. അത് ട്രൂ ആണ് എന്നിട്ട് അതിനെ റിജക്റ്റ് ചെയ്യുന്ന വേറൊരു കേസ്. അടുത്തതോ, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, അത് ഫോൾസ് ആയിട്ട്. അങ്ങനെ 4 കേസസ് ആണുള്ളത് കേട്ടോ. ദെൻ ഫോർ എ ഗിവൺ സെറ്റ് ഓഫ് ബൈവേരിയേറ്റ് ഡാറ്റ ദ ഫോളോയിങ് റിസൾട്ട്സ് വേർ ഒബ്റ്റെയിൻഡ്. താഴെ കുറച്ച് ഡാറ്റ തന്നിട്ട് മീൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബാർ, മീൻ വൈ എന്ന് പറഞ്ഞാൽ വൈ ബാർ, BYX -1.5, BXY എന്ന് പറഞ്ഞാൽ -0.2. ഫൈൻഡ് ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഓഫ് വൈ. നിങ്ങൾ എന്ത് കാണണം, വൈയുടെ വാല്യൂ കാണണം. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 60, എക്സിൻ്റെ വാല്യൂ 60 ആണെങ്കിൽ വൈയുടെ വാല്യൂ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ആർ. കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ആറിൻ്റെ വിലയും കാണണം. ആർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, BXYയും BYXും തന്നാൽ ആറ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, √ BXY × BYX ആണ്. അപ്പോൾ നമുക്ക് ഇത് നോക്കൂ, ഇവിടെ തന്നിട്ടുള്ളത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു എക്സ് ബാർ, മീൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബാർ അത് 53.2 ആണ്, വൈ ബാർ 27.9 ആണ്, BYXും BXYയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വിലയാണ് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് നോക്കൂ, ഏതിൻ്റെ വിലയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, വൈയുടെ വിലയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ വൈയുടെ ഇക്വേഷൻ എഴുതുക. വൈയുടെ ഇക്വേഷൻ എന്താണ്, റിഗ്രഷൻ ഇക്വേഷൻ y - y ബാർ ഈസ് ഈക്വൽ ടു ബി. അത് നോക്കൂ, ഇവിടെ വൈ വരുമ്പോൾ തുടക്കം ബി കഴിഞ്ഞാൽ ഒപ്പം എന്ത് ചെയ്യും, വൈ വരും. BYX x - x ബാർ. ഇനി y ബാറിൻ്റെ അവിടെ വൈ ബാറിൻ്റെ വില 27.9, ദാറ്റ് ഈസ് ഈക്വൽ ടു BYXൻ്റെ വില -1.5, പിന്നെ എക്സ് -53.2. ഇനി അങ്ങനെ ആ വിലകളൊക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പുറത്ത് ഇങ്ങോട്ട് നോക്കൂ, -1.5 × x -53.2 ആണ്. ഇതിനെ ഈ ബ്രാക്കറ്റിലുള്ള ഈ 2 ടേമിനെയും -1.5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ -1.5x + 79.8 കിട്ടും. ഇനി നമുക്ക് വൈനെ മാത്രം ഒരു സ്ഥലത്ത് നിർത്തുക. വൈനെ ഇവിടെ നിർത്തുക, ബാക്കിയുള്ള ആൾ അങ്ങോട്ട് തന്നെ കൊണ്ടുപോവുക. -27.9 ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, പ്ലസ് ആവും. അപ്പോൾ ഇവിടെ ഒരു 79.8 ഉണ്ട്, + 27.9 ആവും. അപ്പോൾ എന്താവും ലാസ്റ്റ് ഇക്വേഷൻ, y ഈസ് ഈക്വൽ ടു -1.5x + 107.7 ആവും. ഇനി ഈ നമ്മളോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, എക്സിൻ്റെ വില 60 ആണെങ്കിൽ വൈയുടെ വില, അപ്പോൾ എക്സ് എന്നുള്ള അവിടുത്തെ -1.5x എന്നില്ലേ, ആ എക്സിൻ്റെ അവിടെ നിങ്ങൾ 60 എന്നിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, വൈയുടെ വില കിട്ടും 17.7. ഇനി ആറിൻ്റെ വാല്യൂ കാണാം, √ BXY × BYX വിലകൾ തന്നിട്ടുണ്ട്, കൊടുക്കുക. ഈ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ എന്താ പറയുക, നമ്മുടെ BXY ആൻഡ് BYX ഇല്ലേ, അത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ആറും നെഗറ്റീവ് ആയിരിക്കും. BXYയും BYXും പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ആറും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി അടുത്തത്, വാട്ട് ഈസ് എ സ്കാറ്റർ ഡയഗ്രാം, വാട്ട് ആർ ഇറ്റ്സ് മെറിറ്റ്സ്. അതിൻ്റെ മെറിറ്റ്സ്,
സ്കാറ്റർ ഡയഗ്രം എന്താണ് നമ്മൾ ആദ്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് പഠിക്കുക. പിന്നെ ഇറ്റ് ഈസ് എ സിമ്പിൾ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് കോറിലേഷൻ ബിറ്റ്വീൻ വാരിയബിൾസ് ആൻഡ് ഇറ്റ് ഈസ് എ നോൺ മാത്തമാറ്റിക്കൽ മെത്തേഡ്. ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്, നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ റിലേഷൻ ഉണ്ടോ നോക്കലാണ്. ഇത്രയും കാര്യങ്ങൾ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സ്കാറ്റർ ഡയഗ്രം അങ്ങ് വരച്ചേക്കുക. ഹൈലി പോസിറ്റീവ് കോറിലേഷനും നെഗറ്റീവ് കോറിലേഷനും ഒക്കെ വെച്ചിട്ട് 2-3 സ്കാറ്റർ ഡയഗ്രം ഒക്കെ ഒന്ന് വരച്ചാൽ 5 മാർക്സിനുള്ള ധാരാളമായി കേട്ടോ. ദെൻ ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ വാരിയസ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. ഏതൊക്കെ പ്രോഗ്രാമിംഗ് ടെക്നിക്സുകളാണുള്ളത് എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട്. ലീനിയർ പ്രോഗ്രാമിംഗ് ഉണ്ട്, ക്യൂയിങ് തിയറി ഉണ്ട്, ഗെയിം തിയറി ഉണ്ട്, ഡിസിഷൻ തിയറി, പിന്നെ ഇൻവെൻട്രി തിയറി, നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്, സിമുലേഷൻ, റീപ്ലേസ്മെൻറ്റ് തിയറി. ഞാനൊന്നും പറയുന്നില്ല, ഇതാ ഫസ്റ്റിലുള്ളത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമാണ് കംപ്ലീറ്റ് തിയറി ഉള്ളത്. അതിൽ നിന്ന് എന്തായാലും ഒരു എസ്സേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 2 മാർക്സ് ക്വസ്റ്റ്യനും ഉണ്ടാവുന്നതാണ്. ദെൻ സീക്വൻസിങ് എന്താണെന്ന് പഠിക്കുക. ദെൻ ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ്, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പ്രോഗ്രാമിംഗ് ടൂൾസ് ഇതിൽ ടെക്നിക്സിൽ വരും. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്, വാട്ട് ആർ ദ യൂസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണെന്ന് എഴുതുക. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഓപ്റ്റിമം അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്. ദെൻ ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സ് ആയിട്ട് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. CPM പേർട്ട്, അതിൽ ഈ ഏർലിയസ്റ്റും ലേറ്റസ്റ്റ് ടൈംസ് ഫോർ കംപ്ലീഷൻ ഓഫ് ദി പ്രൊജക്ട്സ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. ദെൻ ബെസ്റ്റ് പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ തീരുമാനിക്കാൻ. ദെൻ യൂസ്ഡ് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് വെയിറ്റിംഗ് ആൻഡ് സർവീസിങ് ഓഫ് ദി കസ്റ്റമേഴ്സ് in queues. Then helps the management determine the most economic replacement policy. Then from the following data compute Pearson's correlation coefficient by direct മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡ്, അതേപോലെ തന്നെ ആ ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇന്ന മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ അത് തന്നെ ചെയ്യണം കേട്ടോ. ഒന്നും പറഞ്ഞില്ല വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിൽ ചെയ്യാം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പ്രൈസ് കൊടുത്തു, ഡിമാൻഡ്, എക്സ് വേരിയബിൾ, വൈ വേരിയബിൾ, ഒന്നുമില്ല. ഇക്വേഷൻ എന്താണ്? R = n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ √n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു √n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ ആണ്. അതിൽ നമ്മൾ എക്സ് കാണുന്നു, എക്സും വൈ ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? എക്സും വൈനെയും കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. ദെൻ എക്സിൻ്റെ സ്ക്വയർ കാണുക, വൈയുടെ സ്ക്വയർ കാണുക. ഇത്ര മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാല്യൂസ് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ അപ്ലൈ ചെയ്യണം. വാല്യൂസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആറിൻ്റെ വാല്യൂ കാണാൻ പറ്റും. ആറിൻ്റെ വാല്യൂ വന്നിട്ട് 0.621 ആണ് വരുന്നത് കേട്ടോ. ആറിൻ്റെ വാല്യൂ ഇവിടെ വന്നിട്ട് 0.621. ആറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുക 0.621 ആണ് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് റിഗ്രഷൻ ഇക്വേഷൻസ് എക്സ് ഓൺ വൈ ആൻഡ് വൈ ഓൺ എക്സ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. നമുക്ക് ആ ഫസ്റ്റുള്ള ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം, അല്ലെങ്കിൽ എക്സ് മൈനസ് എക്സ് ബാർ ബി എക്സ് വൈ വൈ മൈനസ് വൈ ബാർ അത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളത് ചെയ്തോളൂ. ഇവിടെ ഞാനൊന്ന് കൊടുത്തിട്ടുള്ളത് റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ, എക്സ് = a + by. നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് = NA പ്ലസ് എന്ന് പറഞ്ഞിട്ട് NA പ്ലസ് ബി സിഗ്മ വൈ. ദെൻ സിഗ്മ എക്സ് വൈ = A സിഗ്മ വൈ പ്ലസ് ബി സിഗ്മ വൈ സ്ക്വയർ. ഇനി അതിൻ്റെ ഇക്വേഷന് വേണ്ടിയിട്ട് നമ്മൾ എക്സും വൈയും നമുക്ക് തന്നിട്ടുണ്ട്. എക്സിനെ സ്ക്വയർ ചെയ്യുക, വൈനെ സ്ക്വയർ ചെയ്യുക, എക്സും വൈയും കൂടി ഇൻറ്റു ചെയ്യുക. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ വാല്യൂസ് ഇതിൽ ഇക്വേഷനിൽ കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. വാല്യൂസ് ഇക്വേഷനിൽ
കൊടുക്കുക. ഇവിടെ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് സിഗ്മ വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ സിഗ്മ എക്സിൻ്റെ വാല്യൂ കൊടുക്കുക എൻ എ എന്ന് പറഞ്ഞാൽ അതാ ഇതിൽ കൊടുക്കുക 7a പ്ലസ് 252 ബി ആയിരിക്കും. പിന്നെ ഓരോന്നിൻ്റെ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം ഈ രണ്ട് ഇക്വേഷനും ഒന്നിൽ എന്ത് ചെയ്യില്ല, ഒന്നിൽ എയും ഉണ്ട്, ഒന്നിൽ ബിയും ഉണ്ട്. അപ്പോൾ ഒരു രണ്ട് ഇക്വേഷനിൽ അത് സോൾവ് ചെയ്ത് പോകണമെങ്കിൽ എയും ബിയും ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഒഴിവാക്കണമെങ്കിൽ ഇവിടെ നോക്ക് 7a ആണ്, ഇവിടെ 252a ആണ്. അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പോവില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 252b ആണ്, ഇവിടെ 1080 ബി ആണ്. അപ്പോൾ ഇതിന്ന് ഒരെണ്ണത്തിനെ ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ എനെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ബീനെ ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 7നെ 252 ആക്കാൻ പറ്റില്ല വഴിയുണ്ടോ നോക്കുക. അപ്പോൾ അങ്ങനെ പറ്റും എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ ഇക്വേഷൻ ഇതേ 36 കൊണ്ട് ഗുണിച്ചാൽ പറ്റും. 36 കൊണ്ട് 7നെ ഗുണിച്ചാൽ 252 ആക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 252 വരുമ്പോൾ എല്ലാ ടേംസിനെയും എന്ത് ചെയ്യണം, 36 കൊണ്ട് ഗുണിക്കുക. ഒന്നാമത്തെ ഇക്വേഷനിൽ എല്ലാ ടേംസിനെയും 36 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ആ ഇക്വേഷനെ നമുക്ക് 3 നിട്ടു. രണ്ടാമത്തെ ഇക്വേഷനിൽ മാറ്റം വരുത്തേണ്ട. ഇനി ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുക. കാരണം 252a മൈനസ് 252a. അപ്പോൾ രണ്ട് ടേമും ഈക്വലായി അത് 0 ആയിട്ട് വരും. അത് 0 ആയി വന്നാൽ ബാക്കി 840 പ്ലസ് 1008 ബി ആണ്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 0.83 കിട്ടും. ഈ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എയുടെ വില കിട്ടും. മനസ്സിലായോ? ഇക്വേഷൻ 1 അപ്ലൈ ചെയ്തോളൂ. ഇപ്പോൾ 2 ഇക്വേഷൻ മേലില്ലേ, അതിലൊരു എണ്ണത്തിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എയുടെ വാല്യൂ കിട്ടും. അപ്പോൾ എയും ബിയും കിട്ടി. ഇതേപോലെ തന്നെ നിങ്ങൾ റിഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സ് ചെയ്യുക. y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. അതിൻ്റെ നോർമൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ y ഈസ് ഈക്വൽ ടു എൻ എ ബി സിഗ്മ എക്സ്, ദെൻ സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. ഇതേപോലെ തന്നെ ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ടേമിനെ എയോ ബിയോ കളയണമെങ്കിൽ എന്ത് ചെയ്യണം, എ ഉള്ള ടേമിനെ ഒരേപോലെ ആക്കുക, അല്ലെങ്കിൽ ബി ഉള്ള ടേമിൻ്റെ സംഖ്യ ഒരേപോലെ ആക്കി മാറ്റുക. എന്നിട്ട് ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് ബിയുടെ വാല്യൂം കാണുക, എയുടെ വാല്യൂം കാണുക. ഈ വാല്യൂസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ലാസ്റ്റ് ചെയ്യേണ്ട പണി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എല്ലാവർക്കും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. അതിൽ മെസ്സേജായിട്ട് നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ.